ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരു വെന്തിങ്ങിയ ഒരു ഉത്തിരീയം കഴുത്തിൽ ധരിക്കണമെന്നത്. ഒരു വെന്തിങ്ങിയ ഉത്തിരീയം ധരിക്കുക എന്നുള്ളത് അത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവം പറഞ്ഞതുകൊണ്ടാണ് മാതാവ് വെളിപ്പെടുത്തിയത്. ദൈവം പറയാത്ത കാര്യം മാതാവ് വന്നിട്ട് സൈമൺ സ്റ്റോക്കിന് വെളിപ്പെടുത്തോ? മനസ്സിലായോ? അപ്പൊ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു വെന്തിങ്ങ ധരിച്ചോളോ. എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. മനസ്സിലായോ? ശ്രദ്ധിച്ചേൻ. വെന്തിങ്ങ ധരിച്ചു കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും. വെന്തിങ്ങ ധരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെന്തിങ്ങ ധരിച്ചിട്ട് എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലണമെന്ന് പറയുന്നില്ല മാതാവ്. മനസ്സിലായോ? അപ്പൊ ദൈവം പറയുന്നത് പോലെ നീ ചെയ്യുക. നീ വെന്തിങ്ങ ധരിക്കാതെ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ലാന്ന് ചിലപ്പോ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്താ പറഞ്ഞ അത് നീ ചെയ്യുക. ചിലപ്പോൾ നീ ഒത്തിരി പ്രാർത്ഥന ചെല്ലുന്നുണ്ടാവും, വെന്തിങ്ങ ധരിക്കുന്നുണ്ടാവില്ല. മനസ്സിലായോ? പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, നീ വെന്തിങ്ങ ധരിക്കണം. അത് മാതാവിനുള്ള സ്നേഹത്തിൻ്റെ അടയാളാണ്, മാതാവിൻ്റെ സംരക്ഷണ അടയാളാണ്. മാതാവ് വെന്തിങ്ങ ധരിച്ചാലാണ് സംരക്ഷണം തരിക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ അവൻ പറയുന്നത് പോലെ ചെയ്യാന്ന് വെച്ചാൽ, അവൻ പറയുന്നതല്ലേ തിരുസഭ പറയുന്നത്, അവൻ പറയുന്നതല്ലേ മാതാവ് പറയുന്നത്, അവൻ പറയുന്നതല്ലേ സഭയുടെ ടീച്ചിങ് വിശുദ്ധർ പറയുന്നത്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, ബർണാദ്, വിശുദ്ധ ഡോം ബോസ്കോ, വിശുദ്ധ കൊച്ചുറേസ്യ, വിശുദ്ധ ആൻസലം, വിശുദ്ധ കൊളംബിയർ തുടങ്ങിയവർ ഉത്തിരീയ ഭക്തരായിരുന്നു. കണ്ടോ എത്രയോ വലിയ വിശുദ്ധരാന്നറിയോ? ആവിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ, ഇവരൊക്കെ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് കേട്ടോ, വേദപാരംഗതരാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ബർണാദ്, വിശുദ്ധ ഡോം ബോസ്കോ, വിശുദ്ധ കൊച്ചുറേസ്യ, കണ്ടോ വലിയ വലിയ വിശുദ്ധ ആൻസലം, വിശുദ്ധ കൊളംബിയൻ തുടങ്ങിയവർ ഉത്തിരീയ ഭക്തരായിരുന്നു. ഇനി വിശുദ്ധ അൽഫോൺസ് ലിഗോരി എന്താ പറഞ്ഞത്? യേശു പറഞ്ഞതാണ് കേട്ടോ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത്. അയാൾ കണ്ണി കണ്ടത് പറയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാതാവ് തൻ്റെ സ്വർഗീയ സമ്മാനമായി തന്ന ഉത്തിരീയം ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിനെ സന്തോഷിപ്പിക്കും എന്നാണ്. കണ്ടോ? മനസ്സിലായോ? മാതാവിന് തൻ്റെ സ്വർഗീയ സമ്മാനം, മാതാവ് നമുക്ക് തൻ്റെ സ്വർഗീയ സമ്മാനമായി തന്ന ഉത്തിരീയം ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിനെ സന്തോഷിപ്പിക്കുന്നു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ എന്നെ കാണുമ്പേ മാതാവിന് ഭയങ്കര സന്തോഷമാണ്. എന്താ കാരണം? എൻ്റെ കഴുത്തിൽ എന്തുണ്ട്? ഉത്തിരീയുണ്ട്. ഇപ്പൊ ഉത്തിരീയം വിട്ടവരെ മാതാവിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ ഉത്തിരി ഇടാത്ത ഒരാള് ഭയങ്കര പ്രാർത്ഥനക്കാരനാന്ന് കരുത്, എല്ലാ ദിവസവും ഒരു കുരിശിന്റെ വഴി ചെല്ലുന്ന ഒരാളാന്ന് കരുത്, കഴുത്തിൽ ഉത്തിരി ഇട്ടിട്ടില്ല, മാതാവിന് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. വിശുദ്ധർ അങ്ങനെ പറയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രാർത്ഥന ചെല്ലണമെന്ന് പറയുന്നില്ല അവിടെ. ഇത് മാതാവിന്റെ സംരക്ഷണത്തിന്റെ അടയാളാണ്. അപ്പൊ നിസാര പ്രാധാന്യം ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതായത് മാതാവ് കുറെ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ടുണ്ട്. മെജുഗരയിൽ പ്രത്യക്ഷപ്പെട്ടു, ലൂദില്, ഫാത്തിമയില്, ഇങ്ങനെ കുറെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിലിരിക്കപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലാണ് 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പൊ എത്ര വർഷമായി പ്രത്യക്ഷപ്പെട്ടിട്ട്? 773 വർഷമായി. 2024 ആവുമ്പോ. മനസ്സിലായോ? 773 വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഈ ഉത്തിരീയം കൊടുത്തിട്ട് പറഞ്ഞു, 2 വാഗ്ദാനങ്ങൾ. ഈ ഉത്തിരീയം നീ ഭക്തിപൂർവ്വം ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സംരക്ഷണം തരും. ഇനി ആ വ്യക്തി മരിച്ചാലോ ഒരിക്കലും നിത്യ നരകത്തിലേക്ക് പോകില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ, കുറെ പ്രത്യക്ഷപ്പെടലുകളുണ്ട്. അതിൽ സഭ അംഗീകരിച്ച കുറെ പ്രത്യക്ഷപ്പെടലുകളുണ്ട്. ഈ പ്രത്യക്ഷപ്പെടലുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലായിട്ട് കുറെ തിയോളജിയൻസ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാര് വാദിക്കുന്നത് അത് കർമ്മല മാതാവിന്റെ സൈമൺ സ്റ്റോക്കിനുള്ള പ്രത്യക്ഷപ്പെടലാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സൈമൺ സ്റ്റോക്കിന് മാതാവ് കൊടുത്ത വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ മാതാവിന്റെ വെളിപ്പെടുത്തലായിട്ട് പറയപ്പെടുക. മനസ്സിലായോ? അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയില് വളരെ പുരാതന കാലം മുതലുള്ള ഒരു ഭക്താനുഷ്ഠാനമാണ് വെന്തിങ്ങ ഭക്തി. കേരളത്തിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 10, 25, 30, 40 വർഷങ്ങൾ മുമ്പ് വരെ
എല്ലാവരുടെ കഴുത്തിൽ ഉത്തിരിയായിരുന്നു. ഇതൊക്കെ നമുക്ക് അല്പം പറയാൻ ചെന്നവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മനസ്സിലായോ? എല്ലാവരും ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഭൗതികവും ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ സ്വീകരിച്ചിരുന്നു. അതൊരിക്കലും തെറ്റായിരിക്കില്ല എന്ന്. അതാണ് ഈ കാലഘട്ടത്തിൽ പിശാച് പതിയെ പതിയെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. വലിയ പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? വിശുദ്ധരെ എന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? മാർപ്പാവന്മാരെന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? സഭ വത്തിക്കാൻ കൗൺസിൽ എന്തൊക്കെയാ പറയണേ ഉത്തിരിയത്തെ പറ്റി? ഇതൊക്കെ യേശുക്രിസ്തു പറയുന്നതല്ലേ? പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ? എന്നിട്ട് പരിശുദ്ധ അമ്മ ബൈബിളിൽ പറയുന്നില്ലേ? അവൻ പറയുന്നത് പോലെ ചെയ്യ്, നിങ്ങൾക്ക് തോന്നിയത് പോലെ നിങ്ങൾ ചെയ്യാതെ അവൻ പറയുന്ന പോലെ ചെയ്തേ. അവൻ എന്താ പറഞ്ഞത്? സഭ എന്താ പറയുന്നത്? ജപമാല കഴുത്തിലിടാനാണോ സഭ പറയണത്? അല്ല. ജപമാല കഴുത്തിലിടാനാണോ വിശുദ്ധര് പറഞ്ഞത്? അല്ല. ജപമാല കഴുത്തിലിടാനാണോ മാതാവ് പറഞ്ഞത്? അല്ല. പിന്നെ എന്ത് അവൻ പറയാത്തൊരു കാര്യം എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണേ? ഹല്ലേലൂയ. അവൻ പറയാത്ത കാര്യം നീ ചെയ്യുന്നു. അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നില്ല, വെറുതെ വാശി പിടിക്കുക കിടന്നിട്ട്. മനസ്സിലായോ? അവൻ പറഞ്ഞതുപോലെയല്ലേ നീ ചെയ്യേണ്ടത്? നിനക്ക് തോന്നിയത് പോലെയാണോ നീ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞതുപോലെ ചെയ്താലല്ലേ എന്തെങ്കിലും അനുഗ്രഹം കിട്ടുള്ളൂ. മനസ്സിലായോ? അതാണ് വിശുദ്ധർ വീണ്ടും പറയുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞത് അച്ഛൻ വായിച്ചില്ലേ? ഇനി അടുത്ത് വായിക്കാം. വിശുദ്ധ ബെർണാദ് പറഞ്ഞത് എന്താ? ബെർണാദ് പറഞ്ഞത് കേട്ടോ. മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ ഉത്തിരിയം ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ മാതാവ് അനുവദിക്കില്ല എന്നും അവരെ തൻ്റെ പ്രിയ മക്കളായി സംരക്ഷിക്കുമെന്നാണ് വരത്തി പറഞ്ഞേ. ഹല്ലേലൂയ. വിശുദ്ധ ബെർണാദ് പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അവൻ പറഞ്ഞതാണ് ബെർണാദ് പറഞ്ഞത്. എന്താ വിശുദ്ധ ബെർണാദ് പറഞ്ഞത്? മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ ഉത്തിരിയം ഭക്തിപൂർവം, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇട്ടിട്ട് എന്ത് തോന്നിവാസം ചെയ്യാന്നല്ല, ഭക്തിപൂർവം ധരിക്കുന്നവരുടെ ആത്മാക്കളുണ്ടല്ലോ, അത് നശിച്ചു പോകാൻ മാതാവ് ഒരിക്കലും അനുവദിക്കില്ല എന്നും തൻ്റെ പ്രിയ മക്കളായിട്ട് മാതാവ് അവരെ സംരക്ഷിക്കും എന്നാണ് വലുത് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ കർമ്മല ഉത്തിരിയെ ധരിച്ചിട്ട് ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ധരിച്ചിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്യാം. അല്ലയോ? അതല്ല കേട്ടോ. ഇത് ധരിച്ചിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്താൽ ശരിയാവില്ല. ഉത്തിരിയം ധരിക്കുന്നതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ. എന്താ തെറ്റിദ്ധാരണ? ശ്രദ്ധിച്ചു കേട്ടോ. എപ്പോഴും ഉത്തിരിയം ധരിക്കുന്ന ഒരു വ്യക്തി മാരക പാപജീവിതത്തിൽ തുടർന്നാൽ അവർ കർമ്മല മാതാവിനെ പരിഹസിക്കുന്നവരാണ്. അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന ധാരണ തീർത്തും തെറ്റാണ്. അവർക്ക് ഉത്തിരിയം ധരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവം നൽകുകയില്ല. കണ്ടോ? വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും ഉത്തിരിയം ധരിക്കുന്ന ഒരു വ്യക്തി മാരകമായ പാപജീവിതത്തിൽ തുടർന്നാൽ അവർ കർമ്മലമാതാവിനെ പരിഹസിക്കുകയാണെന്ന്. അതായത് ഈ ഉത്തിരിയം കഴുത്തിലിട്ടിട്ട് എല്ലാ തരത്തിലുള്ള മദ്യപാനം, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും, എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളും, എല്ലാ തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളും രീതികളും ശൈലികളും അങ്ങനെ ജീവിച്ച് ഞാൻ ഈ ഉത്തിരിയം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള ചിന്തകൾ തെറ്റാണ്. അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന ധാരണ തീർത്തും തെറ്റാണ്. അവർക്ക് ഉത്തിരിയം ധരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവം നൽകുകയില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വിശുദ്ധ ആൻസലം പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടേ. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയാണ് കേട്ടോ. എന്താണ് അവൻ പറഞ്ഞതെന്ന് വിശുദ്ധ ആൻസലം നമ്മോട് പറയാം. വിശുദ്ധ ആൻസലം പറയുന്നത് ഇങ്ങനെയാണ്: ഉത്തിരീയധാരികളായ മരിയ ഭക്തരോട് പറഞ്ഞത്, വിശുദ്ധ ആൻസലം ഉത്തിരീയധാരികളായ മരിയ ഭക്തരോട് പറഞ്ഞത്, നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകില്ല എന്നതിനാൽ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ മരിയ ഭക്തരെ എന്നാണ് വലത് പറഞ്ഞേ. ഹല്ലേലൂയ. കണ്ടോ വിശുദ്ധ ആൻസലം പറഞ്ഞത്? കണ്ടോ? ഉത്തിരിയം ധരിച്ച മരിയ ഭക്തരെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. കാരണം എന്താ? നിങ്ങളുടെ ആത്മാക്കള് നശിച്ചു പോവില്ല. അത്രയും വലിയ സന്തോഷം നമുക്ക് വേറെ കിട്ടാനുണ്ടോ? നമ്മള് ഉത്തരീയം എന്ന് പറയുമ്പോ ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്ന ഒരുവനും നിത്യനരകാഗ്നിക്ക് ഇരയാവുകയില്ല. രക്ഷയുടെ അടയാളമാണ് ഉത്തരീയം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മള് ധരിക്കണം. ഈശോ ആഗ്രഹിക്കാണ്, മാതാവ് ആഗ്രഹിക്കുക, ഇത് ധരിക്കണം. എന്താണ്? ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. അവനൊരിക്കലും നിത്യനരകാഗ്നിക്ക്
ഇരയാവുകയില്ല. ഇത് നമ്മൾ ധരിക്കുമ്പോൾ രക്ഷയുടെ അടയാളമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നശിക്കാതിരിക്കാൻ, പിശാച് നമ്മളെ കീഴടക്കാതിരിക്കാൻ സ്വർഗം തന്ന പരിശുദ്ധ അമ്മയിലൂടെ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് ഉത്തരീയം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉത്തരീയം നമ്മൾ ധരിക്കണം. അതൊരു വലിയൊരു പ്രതീകമാണ്. അതായത് ഉത്തരീയം ധരിക്കുമ്പോൾ എന്താണ്, നമ്മള് ഒരു വെന്തിങ്ങയുടെ ഒരാളെ കണ്ട എന്താണ് നമ്മൾ മനസ്സിൽ വരുന്നത്? അവൻ പരിശുദ്ധ അമ്മയുടെ സ്വന്തമാണ്. അതാണ് ഒരു ഇപ്പൊ ഞാൻ വെന്തിങ്ങ ധരിച്ച് കണ്ടാൽ, അല്ലെങ്കിൽ കർമ്മിലത്തെ ഹാബിറ്റ് ഇട്ട് കണ്ടാല്, ഉത്തരീയം കണ്ടാല്, ഇവൻ ഈ സന്യാസി മാതാവിനോട് പ്രത്യേക ഭക്തിയുള്ളവനാ. ഈ വെന്തിങ്ങട്ട് കണ്ടു കഴിഞ്ഞാല് എന്ത് പറയും? ഇവൻ മാതാവിന്റെ കൊച്ചാ, മാതാവിന്റെ കൊച്ചാ. മറ്റുള്ളവർ അറിയും. അതോടൊപ്പം തന്നെ ഇവന്റെ അമ്മ പരിശുദ്ധ അമ്മയാ. അത് പിശാചി കാണും. പിന്നെ അവന്റെ 7 അയൽപക്കത്ത് പോലും പിശാചി വരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് ധരിക്കുമ്പോ ഞാൻ പറയാ, അമ്മയുടെ അടയാളം, അമ്മയുടെ സംരക്ഷണത്തിന്റെ, അമ്മയുടെ മാതൃത്വത്തിന്റെ മുദ്ര എന്റെ മേൽ പതിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ് എന്റെ ശരീരത്തിലും നിന്റെ ശരീരത്തിലും ഈ ഉത്തരീയം കിടക്കാന്ന് പറഞ്ഞ. നമുക്കിത് വലുത് അറിയോ? ഇന്ന് എത്ര പേരുടെ കഴുത്തിലെ വെന്തിങ്ങുണ്ട്? ഇത് ഒരു കാര്യം ഓർത്തോ, ഈ കൊന്തയില്ലേ, കൊന്ത, ജപമാല. ജപമാല തന്നത് സത്യം പറഞ്ഞ കഴുത്തിലിടാനല്ല, ധരിക്കാൻ പറഞ്ഞത് ഉത്തരീയ. ജപമാല ചൊല്ലാനാ പറഞ്ഞ്. ജപമാല കഴുത്തിലണിയാനുള്ള ആഭരണം ആയിട്ട് ധരിച്ച കുഴപ്പമില്ല. പക്ഷെ മാതാവ് പറഞ്ഞത് ജപമാല ചൊല്ലുക, റിസൈറ്റ് ദി എഞ്ചലിക് സാൾട്ടർ, മാലാഖയുടെ പ്രകീർത്തനം, ജപമാല, ദൈവകൃപ നിറഞ്ഞ മറിയമേ, ആ പ്രാർത്ഥന ചൊല്ലുക. അതിനുള്ള ഉപകരണമാ ജപമാല. ധരിക്കാൻ പറഞ്ഞ് മാതാവ് തന്ന ഒരു വസ്തുവുള്ളൂ, അത് ഈ ഉത്തരീയം. ഇത് വെഞ്ചരിച്ച് ധരിച്ചു കഴിഞ്ഞാല് ഉത്തരീയത്തിന്റെ വാഗ്ദാനങ്ങൾ, കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ തന്ന വാഗ്ദാനങ്ങൾ നമ്മൾ പൂർത്തി. നമ്മളിന്ന് സ്വർണം കൊണ്ട് കൊന്തയൊക്കെ കെട്ടി ഇടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊന്ത കഴുത്തില് ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഉത്തരീയം ധരിച്ച് ആ സംരക്ഷണത്തിൽ ഉറപ്പിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തില് പ്രിയപ്പെട്ട മക്കളെ, വെന്തിങ്ങയ്ക്ക് ഉത്തരീയത്തിന് അതുപോലെ പ്രാധാന്യം കൊടുത്ത് അത് ധരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഒരു മക്കളും നശിക്കത്തില്ല. ഇവിടെ പറഞ്ഞില്ലേ, നശിക്കത്തില്ലെന്ന് മാതാവ് പറഞ്ഞതാ.